ഓക്കെ, നമുക്ക് അനാലിസിസിലേക്ക് വരാം. ഇൻഡെക്സുകൾ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡേ തന്നെയായിരുന്നു ഇന്ന്. പക്ഷേ ട്രാപ്പ് ആകാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റി ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. നമുക്കിതിവിടെ ബാങ്ക് നിഫ്റ്റി ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ കൺസോൾഡേറ്റ് ചെയ്ത് ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്നെങ്കിൽ അപ്പർ ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് നല്ല രീതിയിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് ഓർത്തേക്കണം. നിഫ്റ്റിയൊക്കെ ക്രോസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പിന്നീട് നമ്മളുടെ ഫ്യൂച്ചറും ക്രോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഡൗൺ ട്രെൻഡ് നല്ല രീതിയിൽ നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡ് സംഭവിച്ചിട്ടുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുണ്ട്. നിഫ്റ്റിയേക്കാൾ കൂടുതൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. കാരണം അത് എക്സ്പയറി ആണ്. ചെറിയ രീതിയിൽ എഫക്റ്റ് ചെയ്താൽ തന്നെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് സംഭവിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് പറയാനായിട്ട്, ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത് 2 ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ ഉണ്ടായിരുന്നു. നോക്കുകൊള്ളാം. നിഫ്റ്റിയിൽ നിഫ്റ്റിയുടെ ഈ ഒരു എത്രാമത്തെ ക്യാൻഡിലാന്ന് നോക്കി, 1 2 3 4 5 6 7 8 9 10 11th ക്യാൻഡിലായപ്പോഴത്തേക്ക് ഇതിവിടെ ഇവിടുന്ന് താഴെ നിന്ന് മൂവ് ചെയ്ത് മുകളിലേക്ക് പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതേ സമയവും നമ്മുടെ രണ്ട് CE ഗ്രാഫുകളും ഇതേ സമയം ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിൻ്റെ PE പൊസിഷനിലേക്ക് നോക്കാം. PE പൊസിഷനും ഇവിടെ ഒരു PE പൊസിഷൻ ഇതുപോലെ തന്നെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു എൻട്രി പോയിൻ്റ് ആണ്. അവിടെ നമുക്ക് എൻട്രി എടുക്കാം. അതിനുശേഷം 2 ക്യാൻഡിൽ എന്തായിട്ടുണ്ട്, നമുക്ക് പിന്നെയും താഴേക്കൊന്ന് ചെറുതായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അത് നിഫ്റ്റിയിൽ ചെറിയൊരു മൂവ്മെൻ്റ് ആണ്. രണ്ടാമത്തില്ല, ഈ ഒരു ക്യാൻഡിലാണ് കേട്ടോ. PE തന്നെ ഈ ഒരു ക്യാൻഡിലായിരുന്നു നമ്മുടെ 11ാമത്തെ ക്യാൻഡിലായിട്ട് വരുന്നത്. അപ്പോൾ ഇത് അതിനുശേഷം ഈ ഒരു 3 ക്യാൻഡിൽസാണ് എന്തായിട്ടിരിക്കുന്നത്, വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പൊസിഷൻ മാറുന്നില്ല, ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നിഫ്റ്റിയിലാകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പയറി ആയതുകൊണ്ട് നല്ല രീതിയിൽ അത് ലോസ് ആദ്യം ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഏകദേശം 70%ഓളം ലോസ് അവിടെ കാണിച്ചതിന് ശേഷമാണ് അത് ആ ഒരു ട്രെൻഡിലേക്ക് വന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു 100 രൂപയ്ക്കൊക്കെ എടുത്താൽ തന്നെ 150 രൂപയ്ക്ക് അത് എക്സിറ്റ് ചെയ്യുക, അതായത് 50% റിട്ടേണിൽ ആ ഒരു PE പൊസിഷനെ എക്സിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് താഴേക്ക് ലോസ് എത്രത്തോളം, ഒരു 70% ഓളം ലോസ് കാണിച്ചിട്ടുണ്ടെന്നുള്ളത് അതിനകത്ത് ഒരു നെഗറ്റീവ് എഫക്റ്റ് തന്നെയാണ്. അതിന് ശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അത് അതിൻ്റെ പ്രോഫിറ്റ് റണ്ണിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതാ, നമുക്കിവിടെ ഈ ഒരു 19th ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണിച്ചിരിക്കുന്ന ഇവിടെ ഒരു 19th ക്യാൻഡിൽ ഇത് പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടുത്തെ രണ്ടാമത്തെ CE ഗ്രാഫും ഇത് പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, PE ഗ്രാഫ് അതേസമയം ഇടിഞ്ഞു വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 3 കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 14ാമത്തെ ക്യാൻഡിൽ ഒരു PE ട്രെൻഡ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതുകൊണ്ട് ഇത് നമുക്കൊരു 30% റിട്ടേൺ തന്നിരിക്കുന്ന, ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 30% റിട്ടേൺ തന്നിരിക്കുന്ന ഒരു ഗ്രാഫാണത്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക നിങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു ബൾക്ക് മൂവ്മെൻറ്റ് സംഭവിച്ചിരിക്കുന്നത് കണ്ടോ, ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ഇത് ഇടിഞ്ഞേക്കുന്നത്. എപ്പോഴും നിങ്ങൾ ഗ്രാഫ് നോക്കുമ്പോൾ ഈ ലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഏറ്റവും അപ്പർ പോയിൻറ്റിലോ അതായത് ഈ ഏറ്റവും ഡൗൺ പോയിൻറ്റിലോ വരികയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടൊരു മുകളിലേക്കോ താഴേക്കോ ഒരു ലൈൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ക്രോസിങ് ആണെങ്കിൽ മാത്രമേ അത് ക്രോസ് ചെയ്ത് പോകുള്ളൂ. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളൊരു പോയിൻ്റ് ഫോക്കസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. കാരണം അത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള പൊസിഷനാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇത് നമ്മുടെ CE ഗ്രാഫാണ്. ഇവിടെ വരെ നല്ലൊരു CE ട്രെൻഡ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതിങ്ങനെ താഴത്തേക്ക് ഇടിഞ്ഞേക്കുന്നത് കണ്ടോ. ഇവിടെ നല്ലൊരു CE ട്രെൻഡ് കാണുന്നു. ഈ ഒരു പൊസിഷനിൽ നിന്ന് വീണ്ടും കയറി അങ്ങോട്ടൊരു CE ട്രെൻഡ് ഒരിക്കലും എടുക്കാതിരിക്കുക. കാരണം അത് അവിടെ ഒന്നെങ്കിൽ കൺസോൾഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇടിഞ്ഞ് താഴേക്ക് പോകാനോ ഒക്കെയുള്ള ചാൻസ് ഉള്ള ഒരു പൊസിഷനാണത് കണ്ടോ. കറക്റ്റായിട്ട് അവിടെ വന്നപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫസ്റ്റ് ലെവലിലായിരിക്കും കണ്ടോ, ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ അതെന്തായാലും നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു പൊസിഷനാണ്. അവിടെ ഒരു കൺസോൾട്ടേഷൻ റിയാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പൊസിഷനാണ്. അതായത് ഒരു CE ട്രെൻഡ് ഏറ്റവും മുകളിലത്തെ ലൈൻ അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ ലൈനിൽ നിൽക്കുക. അതുപോലെ അതിൻ്റെ മറ്റൊരു ട്രെൻഡ് CEയുടെ മറ്റൊരു ഗ്രാഫ് ഉണ്ടല്ലോ, 2 CE ഗ്രാഫ് ഉണ്ടല്ലോ, അത് അതിൻ്റെ ഫസ്റ്റ് ലെവലിൽ നിൽക്കുക.
താഴത്തെ ഫസ്റ്റ് ലെവലോ മുകളിലത്തെ ഫസ്റ്റ് ലെവലോ നിൽക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ട്രെൻഡിലേക്ക് പോകാതിരിക്കുക. എപ്പോഴും ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ താഴത്തെ ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് താഴേക്ക് പോകാനോ അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കണ്ടോ, ഇതിവിടെ വന്ന് താഴത്തേക്ക് മുട്ടിയിട്ടുണ്ട്, അതിന് ശേഷം താഴത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇവിടം വരെ എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും ഒരു താഴേക്ക് സംഭവിക്കില്ല. അപ്പോൾ വീണ്ടും ഒരു PE ട്രെൻഡിനുള്ള സ്കോപ്പ് അവിടെ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ വന്നിട്ട് ഇതൊന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടം വരെ എത്തുമ്പോൾ കണ്ടോ റിയാക്ട് ചെയ്തിട്ടുണ്ട് താഴേക്ക്. അപ്പോൾ ഇവിടം വരെ എത്തിയൊക്കെ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഇത് കിട്ടിയെങ്കിൽ പോലും ഇത് ഒരു റിസ്കി പൊസിഷനാണ്. അതിനെ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്ത് നിർത്താനാണ് ശ്രമിക്കേണ്ടത്. അവിടെ വരുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടാകും. കണ്ടോ, ഇവിടെയൊക്കെ വന്നിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എൻട്രി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ. അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രിയാണ് എടുക്കേണ്ടത്. കണ്ടോ, ഇത് കണ്ടോ, ബാങ്ക് നിഫ്റ്റി തന്നെ എന്താണ് PE ട്രെൻഡ് ഇവിടം വരെ വന്ന് ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട് തിരിച്ച്. വീണ്ടും അത് അവിടം വരെ വന്നിട്ട് വീണ്ടും റിയാക്ട് ചെയ്തിട്ടുണ്ട്. താഴേക്ക് പോകാൻ അതിന് മടിയാണ്. കണ്ടോ, അങ്ങനെ പോവില്ല. അത് അപൂർവം കേസുകൾ. ഏതാനും ചില ഗ്രാഫുകൾ കണ്ടോ ഈ ഒരു PE ട്രെൻഡ് താഴേക്ക് പോയിട്ടുണ്ട്. ആദ്യമേ തന്നെ രണ്ടാമത്തെ ഗ്രാഫിൽ തന്നെ താഴത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം ക്രോസ് ചെയ്താൽ ഓക്കെ, പിന്നെ അതിനൊരു ക്രോസിങ് ഒരു പ്രശ്നമല്ല. പക്ഷേ മറ്റതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സാധനം ക്രോസ് ചെയ്യാതെ നിൽക്കുമോ, അപ്പോൾ അതവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം അവിടെ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതായത് ഈ ഗ്രാഫ് ആണെങ്കിൽ പോലും കണ്ട ഇതാദ്യത്തെ 50 മിനിറ്റ്സിൽ തന്നെ ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ട്രെൻഡിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. ഇത് പിയുടെ ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടുന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഏറ്റവും ലാസ്റ്റ് ലൈനിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് കയറി സിയിലേക്ക് എൻട്രി ചെയ്യാതിരിക്കുക, സെക്കൻഡ് ലൈനിൽ. ഓക്കെ, അതൊക്കെ റിസ്ക്കി ആയിട്ടുള്ള പൊസിഷൻസാണ്. ദെൻ കണ്ടോ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അത് റിസ്ക്കി. കണ്ടോ ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ക്ലോസിങ് ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെ വീണ്ടും കയറി നിങ്ങളൊരു ട്രെൻഡിലേക്ക് എടുക്കരുത്. കണ്ടോ ഇത് മൂന്നാമത്തെ ലൈനൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇത് ഇവിടെ നിന്ന് ക്യാൻഡിലെത്തിയപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ടോ. കാരണം അതൊരു റിസ്ക്കി പൊസിഷനാണ്. അവിടെ ഭയങ്കരമായിട്ട് റെസിസ്റ്റൻസ് ഉള്ള ഒരു സോണാണത്. അപ്പോൾ ആ ഒരു സമയത്ത് കൺസോൾട്ടേഷൻ ഓർ റിജക്ഷൻ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഇതിങ്ങനെ വരുന്നത് കൊണ്ടാണ് എല്ലാ ഗ്രാഫുകളിലും ആ ഒരു കൺസോൾട്ടേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മളുടെ ഈ സ്ട്രൈക്ക് ലെവൽസ് നിങ്ങൾ നോക്കുമ്പോൾ ഈ ഏറ്റവും മുകളിലത്തെ ലൈനും ഏറ്റവും താഴത്തെ ലൈനിലും ഏതെങ്കിലും ക്യാൻഡിൽ വന്ന് നിൽപ്പുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ടൊരു ട്രേഡ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കറക്റ്റായിട്ടുള്ളൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകളാണ് മുകളിലത്തെ ലൈനും താഴത്തെ ലൈൻ, അതുപോലെ നമ്മുടെ ഈ ബോർഡർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും ട്രേഡിനെ നമ്മൾ അതേ മൂവ്മെൻറ്റിലേക്ക് ട്രേഡ് പോകാനുള്ള സാധ്യത കുറവാണ്. അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ട്രേഡ് സംഭവിക്കാനോ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ സംഭവിക്കാനോ ഉള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സെൻസെക്സ് ഇതുപോലെ തന്നെ നല്ല സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ എടുത്തതിന് ശേഷം ഇടിഞ്ഞു പോന്നിട്ടുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡിങ്ങിനെയും ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. കണ്ടോ ഏറ്റവും ലാസ്റ്റ് ലെവലിൽ വന്നിട്ട് 30 രൂപയുടെ സാധനം 150 വരെ പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നൊരു 100 രൂപയുടെ പൊസിഷനാണ് എടുത്തെങ്കിൽ പോലും 150 രൂപ നമുക്ക് റിട്ടേൺ കിട്ടും. പക്ഷേ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇതെന്താണ് എക്സ്പയറിയാണ്. എക്സ്പയറിയുടെ സാധനം ആയതുകൊണ്ട് എങ്ങാനും ഒരു ക്യാൻഡിലെങ്കിലും ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞു പോയാൽ തന്നെ വലിയ രീതിയിലുള്ള ലോസ് കാണിക്കും. അതിപ്പോൾ നമ്മൾ എക്സ്പയറി അല്ലാത്തൊരു സാധനമാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പം നാളെയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിഫ്റ്റിയാണ് ഇന്നെടുത്തതെങ്കിൽ വലിയ രീതിയിലുള്ള ലോസ് കാണിക്കില്ല. പക്ഷേ നമ്മൾ വലിയ ക്യാപിറ്റൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള ലോസ് കാണിക്കുമ്പോൾ നമുക്കത് സഫർ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടതിന് ശേഷം ഇത് ലോസിലേക്ക് റൺ ചെയ്യുകയാണെങ്കിൽ ലോസിലേക്ക് പോട്ടെ, അതിനുശേഷം വീണ്ടും നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി വരും. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുകയും വീണ്ടും ഒന്നും കൂടി നമുക്ക് ആ ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കണ്ടാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്തെടുക്കാൻ പറ്റും, ആ ഒരു പൊസിഷനിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.